ചേർത്തല് പശുവിനൊക്കെ കറക്കണ ആരാണ് അമ്മ? കുറച്ച് നാള് പശുക്കാരനുണ്ടായിരുന്നു. പിന്നെ ഞാനും കറക്കും, അമ്മയും കറക്കും. അമ്മയ്ക്ക് വയ്യെങ്കിൽ ഞാൻ കറക്കും. പിന്നെ ചക്ക മാങ്ങ ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ? ചക്ക മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ എല്ലാവരും പോയി, ഒന്നുമില്ല. എപ്പം നോക്കിയാലും ചക്കയുടെ കറി, മാങ്ങയുടെ കറി, പുളിക്കറി, ചീര ഇതൊക്കെ കൂട്ടിയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. തെങ്ങൊക്കെ ഉണ്ടായിരുന്നു. തെങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. തേങ്ങ ചേർത്തുള്ള കറികൾ ദിവസം വയ്ക്കും. അമ്മ പണ്ടത്തെ കാലഘട്ടം ഇപ്പോഴത്തെ കാലഘട്ടം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പണ്ടത്തെ കാലഘട്ടം ജോലി ഉണ്ടെങ്കിലും തിന്നാൻ ഇഷ്ടം പോലെ ഉള്ള ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒറ്റയ്ക്ക് താമസിക്കണം, തിന്നാനൊന്നും വെക്കാനും വയ്യ, തിന്നാനും വയ്യ. വെച്ചാൽ തന്നെ അത് ബാക്കി അവിടെ കിടക്കും. പിന്നെ ആണുങ്ങളാണെങ്കിൽ അവർ പുറത്ത് പോയി അവിടെ കഴിക്കും. പണ്ടങ്ങനെയല്ല, വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോയാൽ പിന്നെ വന്നത് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും. അവിടെ കച്ചവടമായിരുന്നു അച്ഛന്. പിന്നെ പോകാൻ നേരത്ത് നല്ലോണം ഭക്ഷണമൊക്കെ നെയ്യ് അതൊക്കെ ചേർത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകും. മോര്, തൈര് അതൊക്കെ ചേർത്ത് കഴിക്കും. മോര് കറി. അത് പോട്ടെ, അപ്പൂപ്പനല്ല അമ്മേനെ ആദ്യമായിട്ട് പാട്ട് പഠിപ്പിച്ചത്. ഏതെങ്കിലും പാട്ട് അമ്മക്ക് ഓർമ്മ? ഒരു രണ്ടുപേര് പാടിക്കമ്മ. സദാ പാലയ സാരസംഗീ സമാന രഹിത മോഹനായി സദാ പാലയ സാരസംഗീ സമാന രഹിത മോഹനായി സദാ. സൂപ്പർ അമ്മ, സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട് കേട്ടാ. ഇനി അമ്മക്ക് നാട്ടിലുള്ളവരോട് എന്താ പറയാനുള്ളത്? ഇനിയിപ്പോ ഒന്നുമില്ല, പോണം. പിന്നെ പറയാം. എന്താണ്? എന്തെങ്കിലും പറ. ഇനിയൊന്നുമില്ല. നാട്ടിലുള്ളവരോടൊക്കെ നാളെ പറയാം. നാളെ വന്നാൽ മതി. നാളെ ഉച്ചയ്ക്ക് വാ. അപ്പം ദുവാമണിയോട് പറയാം. ഇന്ന് വൈകുന്നേരം വരുമ്പോൾ അവൻ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ദുവാമണിക്ക് വർത്താനം പറയണം അമ്മയോടൊക്കെ. എന്നാ ശരി, എന്നാ അമ്മ ബിസി ആയത് അമ്മ പോവാണ്. നീ എന്താ എല്ലാരോടും ബൈ പറ അമ്മ. പറ എല്ലാരോടും ബൈ. ഇനി നാളെ കാണാന്ന് പറഞ്ഞു. ഇനി നാളെ കാണാം. പിന്നെ ഇന്ന് നിന്നെയൊക്കെ നീ വെച്ച വീഡിയോ ഒക്കെ കണ്ടെന്ന് പറഞ്ഞു. ആണോ? ദുവാമണി നല്ല ഭംഗിയായിട്ടുണ്ട്. അത് കാരണം വിളിക്കാന്ന് പറഞ്ഞേ. കപ്പമരം കണ്ടോ?